ഹായ് മക്കളെ, നമസ്കാരം. നമ്മളെ +1 മലയാളത്തിലെ പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്ന ഷോർട്ട് വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഷോർട്ടൊന്നുമല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വേണം ഈ റിവിഷൻ ക്ലാസ്സിലേക്ക് മക്കൾ വന്നിരിക്കാൻ. ഇവിടെ നമ്മൾ പാഠഭാഗം മുഴുവനായിട്ട് വായിക്കില്ല, പരിശോധിക്കില്ല. എന്നാൽ പാഠഭാഗത്തിലെ സമ്മറി എന്ത് ചെയ്യും? നമ്മൾ പരിശോധിക്കും. അതിൽ ചോദ്യോത്തരങ്ങൾ നമ്മൾ സെറ്റാക്കും. സമ്മറിയാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും പാഠഭാഗം വായിച്ചിട്ട് എന്ത് ചെയ്യുക? വന്നിരിക്കുക. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗമാണ്. ആരുടേതാണ്? ചെറുശ്ശേരിയുടെ പീലിക്കണ്ണുകൾ. പാഠസംഗ്രഹത്തിലേക്ക് വരാം. വളർത്തച്ഛനായ നന്ദഗോപരോടും പോറ്റമ്മയായ യശോദയോടും കൃഷ്ണനുള്ള സ്നേഹാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കാവ്യഭാഗമാണ് പീലിക്കണ്ണുകൾ. കൃഷ്ണൻ്റെ വളർത്തച്ഛനാണ് നന്ദഗോപർ. അപ്പോൾ കൃഷ്ണൻ്റെ യഥാർത്ഥ അച്ഛനാരാണ്? വസുദേവരാണ്. കൃഷ്ണൻ്റെ പോറ്റമ്മയാണ് യശോദ. അപ്പോൾ കൃഷ്ണൻ്റെ യഥാർത്ഥ അമ്മ ആരാണ്? ദേവകിയാണ്, അല്ലേ? വസുദേവരും ദേവകിയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനെ നന്ദഗോപുര കയ്യിലും യശോദയുടെ കയ്യിലും വളർത്താൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ വളർത്തമ്മയും വളർത്തച്ഛനുമായിട്ടുള്ള ഇവരെ പിരിഞ്ഞ് പിന്നീട് തൻ്റെ അച്ഛൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്ന് രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം തങ്ങളുടെ മകനെ കാണാത്ത സങ്കടം കൊണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി നന്ദഗോപുര കാണാമെന്നതാണ്. അപ്പോഴാണ് കൃഷ്ണൻ തൻ്റെ സ്നേഹപ്രകടനങ്ങൾ എന്ത് ചെയ്യുന്നത്? കാഴ്ചവെക്കുന്നത്. ഗൃഹാതുരമായ മധുരസ്മരണകൾ കൃഷ്ണകഥയ്ക്ക് കേരളീയ ഗൃഹാന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലമൊരുക്കുന്നു. ആറ്റിലും തീയിലും വീഴാതെ കാക്കുന്ന അച്ഛനമ്മമാർ മാത്രമല്ല, ഓണവില്ലും ചിറ്റാടയും കേരളീയ അനുഭവ പരിസരത്തുള്ളവ തന്നെയാണ്. നീണ്ട നാളുകൾക്ക് ശേഷം തന്നെ കാണാനായി മധുരയിലെത്തിയ വളർത്തച്ഛനായ നന്ദഗോപരോട് ഒട്ടും താമസിയാതെ താൻ അമ്പാടിയിലേക്ക് വരുന്നുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു. കാരണം എനിക്ക് അച്ഛനായത് നീയും അമ്മയായത് യശോദയും തന്നെയാണ്. അവർ വിഷമിക്കേണ്ട, വളർത്തമ്മയും വളർത്തച്ഛനും ആയതുകൊണ്ട് താൻ ഉപേക്ഷിച്ചു പോയി എന്നുള്ള സങ്കടം അവർക്ക് വരരുത് എന്ന് ആര് കരുതുന്നു? കൃഷ്ണൻ കരുതുന്നു. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് അച്ഛനായത് നീയും അമ്മയായത് യശോദയും തന്നെയാണെന്ന് കൃഷ്ണൻ തുറന്നു പറയുമ്പോൾ, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് മാനുഷിക ബന്ധങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്ന് വ്യക്തമാകുന്നു. തികച്ചും മാനുഷിക തലത്തിലുള്ള വൈകാരികതയാണ് ഈ കാവ്യഭാഗത്തെ ആകർഷകമാക്കുന്നത്. സെറ്റ്. ആറ്റിലും തീയിലും വീഴാതെ എന്നെ പോറ്റി വളർത്തിയ നിങ്ങളെ ഞാൻ എന്നെ മറന്നാലും മറന്നു പോവില്ല എന്ന് പറയുന്നതിലെ നിഷ്കളങ്കത ഏതൊരച്ഛനെയാണ് കൃതാർത്ഥനാക്കാത്തത്, അല്ലേ? അച്ഛന്മാരോട് നോക്കിയിട്ട് അവർ വളർത്തിയതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതല്ലേ? അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള കരുതൽ, അത് അവരുടെ മനസ്സിൽ ദീപ്തമായ സ്മരണയായി നിലനിൽക്കുന്നത് ഒട്ടും വളച്ചുകെട്ടില്ലാതെ ആവിഷ്കരിക്കാൻ ചെറുശ്ശേരിക്ക് സാധിച്ചിരിക്കുന്നു. അച്ഛൻ്റെ കാരുണ്യവും ചങ്ങാതിമാരുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും പറഞ്ഞു വെക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെറുശ്ശേരി. കവിതയിലൂടെ വെറുതെ ഇങ്ങനെ വിവരിച്ചു പോവല്ല. വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു അനുഭൂതി ഉണ്ടാക്കി തരുന്നുണ്ട്. കാളിന്തി തീരത്തെ കാനനം തന്നിലെ കായ്ക്കനികളെ തിന്ന് ചങ്ങാതിമാരോടൊപ്പം നടക്കുന്ന കൃഷ്ണൻ്റെ ചിത്രം ഈ രചനാതന്ത്രത്തിന് ഉത്തമ ഉദാഹരണമാണ്. കുട്ടിക്കാലത്തിൻ്റെ വികൃതിയും സൗഹൃദത്തിൻ്റെ ആഴവും ഈ വരികൾ പകർന്നു നൽകുന്നു. ഇതെല്ലാ വായനക്കാരെയും കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും അവരുടെ അനുഭവമാക്കി മാറ്റാനും കവിക്ക് കഴിയുന്നു. ഇനി നോക്കുക, കൃഷ്ണൻ ഓർത്തെടുക്കുന്ന ബാല്യകാല അനുഭവങ്ങളിലൂടെ അമ്മമാർ നൽകുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും അമ്മമാർ നൽകുന്ന സമ്മാനത്തിൻ്റെ പച്ചപ്പും അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയുടെ മാർദ്ദവവും ഏതൊരു കേരളീയ ഗൃഹത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയായി മാറുന്നു. അമ്മ വാരിത്തരുമ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ രുചി, അമ്മയുടെ സമ്മാനത്തിൻ്റെ ഒരു മനോഹാരിത, ഇനി അമ്മമാരുടെ ശിക്ഷ, നമ്മളെ വേദനിപ്പിക്കാത്ത ശിക്ഷ. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ മലയാളികളെയും എന്ന പോലെ കൃഷ്ണനും വാചാലനാകുന്നു. അമ്മക്ക് മനോഹരമായ ചേലകൾ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറക്കല്ലേ എന്ന് പറയാനും നന്ദഗോപരെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയോട് പറയണം, മറന്നു പോകല്ലേ എന്ന്. പാൽവെണ്ണ കിട്ടാത്തതിൻ്റെ സങ്കടം ഓർമ്മിപ്പിക്കുന്ന കൃഷ്ണൻ ആരെങ്കിലും വരുമ്പോൾ വെണ്ണയും പാലും വാഴപ്പഴങ്ങളും കൊടുത്തയക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുന്ന കൃഷ്ണൻ
സമ്മാനമായി ലഭിച്ച ചേലകളെക്കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട്. സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങളെ നന്നായി പരിപാലിക്കണമെന്ന് അച്ഛനോട് കൃഷ്ണൻ പറയുന്നു. വെറ്റില തിന്ന് തല ചുറ്റിയ നേരത്ത് യശോദയെ ആശ്ലേഷിച്ച് സംരക്ഷിച്ച സ്നേഹപ്രകടനത്തിന് അമ്മ സമ്മാനിച്ച ചേലയും, പിള്ളേരെ നുള്ളിയതിന് അമ്മ പീലി കൊണ്ടടിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് അടിച്ചത്? മയിൽപ്പീലി കൊണ്ടടിച്ചതാണ്. ഊണ് കഴിക്കാതെ മാറി നിന്ന, പിണങ്ങിയിട്ട് ഞാൻ ഇന്ന് കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണൻ നിന്നപ്പോൾ പിണക്കം മാറ്റാൻ നന്ദഗോപർ നൽകിയ കടും പച്ച നിറത്തിലുള്ള ചേലയൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അതൊക്കെ കേടുവരാതെ സൂക്ഷിക്കണേ എന്ന് അമ്മയോട് പറയാൻ വേണ്ടി നന്ദഗോപരുടെ അടുത്ത് പറയാണ്. ഈ സ്മരണ അമ്മയോടും അച്ഛനോടുമുള്ള ആദരവിൻ്റെയും നന്ദിയുടെയും സ്നേഹവാത്സല്യങ്ങളുടെയും ഭാരതീയ പാരമ്പര്യത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ലളിതമായ വാക്കിൻ്റെ വിസ്മയങ്ങളാണ് ഈ കവിതയിലെ ഓരോ വരികളുമെന്ന് നിസ്സംശയം പറയാം. ഈ സമ്മറി മക്കൾ സെറ്റാക്കി വെച്ചോ. പരീക്ഷയ്ക്ക് തലങ്ങും വിലങ്ങും എഴുതാനുള്ള കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്. ഓക്കെ, നോക്കുക. ചങ്ങാതിമാരുടെ വേദനകൾ ഇല്ലാതാക്കാൻ കൃഷ്ണൻ എന്തെല്ലാമാണ് പറഞ്ഞത്? ചങ്ങാതിമാർക്കുള്ള സങ്കടം മനസ്സിലാക്കിയ കൃഷ്ണൻ അത് ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചങ്ങാതിമാരോട് പറഞ്ഞത്? അമ്പാടിയിലേക്ക് അച്ഛനായ നന്ദഗോപർക്ക് കൂട്ടായി ചങ്ങാതിമാരായ നിങ്ങളും മടങ്ങണം. കാളിന്തി തീരത്തെ കായ്ക്കനികൾ നിങ്ങളോടൊപ്പം തിന്നു നടക്കാൻ വീണ്ടും എനിക്ക് കൊതിയാവുന്നു. നിങ്ങളുമൊത്തുള്ള കളിതമാശകൾ ചിന്തിച്ചാൽ ഞാൻ എങ്ങനെയാണ് ഈ മധുരയിൽ കഴിയുക എന്നിങ്ങനെ ആശ്വാസവാക്കുകൾ പറഞ്ഞ കൃഷ്ണൻ ചങ്ങാതിമാർക്ക് രത്നവും പട്ടുവസ്ത്രങ്ങളും നൽകിയാണ് യാത്രയാക്കിയത്. സെറ്റ്. ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. ഈ വരികൾ നൽകുന്ന ജീവിത പാഠം എന്താണ്? ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും, അച്ഛനോട് അമ്മയോട് പറയാണ്, നിങ്ങളെ എന്നും മറക്കയില്ലേ. ഞാൻ എന്നെ മറന്നുപോയാലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഞാൻ മറന്നു പോകത്തില്ല. അച്ഛനമ്മമാർ പകർന്നു നൽകുന്ന സ്നേഹവാത്സല്യങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കരുത്താർജിച്ചവയാണ് കൃഷ്ണൻ്റെ ഈ വാക്കുകൾ. ആറ്റിലും തീയിലും വീഴാതെ എത്ര കരുതലോടെയാണ് അച്ഛനമ്മമാർ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ താനിന്നുണ്ടാകുമായിരുന്നില്ല. മക്കളുടെ നിലനിൽപ്പ് അച്ഛനമ്മമാരുടെ കൈകളിലൂടെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മക്കളും അവരവരെ മറന്നാലും മാതാപിതാക്കളെ മറക്കില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഊഷ്മളമായ കേരളീയ കുടുംബ ബന്ധങ്ങളെ കൂടിയാണ് ചെറുശ്ശേരി ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീലിക്കണ്ണുകൾ എന്ന കവിതയിൽ അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന 2 മുഹൂർത്തങ്ങൾ എഴുതുക. 2 എഴുതിയാതി. അച്ഛനമ്മമാരുടെ അതിയായ സ്നേഹവാത്സല്യങ്ങൾ ആവോളം പകർന്നു കിട്ടിയ കൃഷ്ണന് അത്തരം വൈകാരിക മുഹൂർത്തങ്ങൾ മറക്കുവാൻ സാധിക്കുന്നില്ല. പാൽവെണ്ണയും വാഴപ്പഴങ്ങളും ഇഷ്ടം പോലെ അമ്മ നൽകിയിട്ടുണ്ട്. വെറ്റില തിന്ന് തലകറങ്ങിയ അമ്മയെ ആശ്ലേഷിച്ച് സംരക്ഷിച്ചതിന് മനോഹരമായ ചേല നൽകിയതും കൃഷ്ണൻ ഓർക്കുന്നു. കുറ്റം ചെയ്യുമ്പോഴും വേദനിക്കാതിരിക്കാൻ അമ്മ പീലി കൊണ്ടാണ് അടിക്കുന്നത്. എങ്കിലും അമ്മയുടെ ശിക്ഷയിൽ പരിഭവിച്ച് ഊണ് കഴിക്കാതെ കണ്ണൻ മാറി നിൽക്കുന്നതും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴം കാണിച്ചു തരുന്നു. സെറ്റ്. അച്ഛനും കൂട്ടുകാർക്കും അമ്മക്കുമായി നൽകുന്ന സന്ദേശങ്ങളിലൂടെ കൃഷ്ണൻ തൻ്റെ ബാല്യകാല അനുഭവങ്ങളോട് എന്നേക്കുമായി യാത്ര പറയുകയാണോ? വളർത്തച്ഛനായ നന്ദഗോപരോടും പോറ്റമ്മയായ യശോദയോടും അമ്പാടിയിലെ ചങ്ങാതിമാരോടും കൃഷ്ണനുള്ള സ്നേഹാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കാവ്യഭാഗമാണ് പീലിക്കണ്ണുകൾ. അച്ഛൻ്റെ കാരുണ്യവും ചങ്ങാതിമാരുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും പറയുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെറുശ്ശേരി തൻ്റെ വരികളിലൂടെ. നീണ്ട നാളുകൾക്ക് ശേഷം തന്നെ കാണാനായി മധുരയിലെത്തിയ നന്ദഗോപരെയും ചങ്ങാതിമാരെയും കൃഷ്ണൻ യാത്രയാക്കുന്നു. നമ്മുടെ ദേശമായ അമ്പാടിയിലേക്ക് അച്ഛന് കൂട്ടായി ചങ്ങാതിമാരും ഉടനെ യാത്ര തിരിക്കണം. അമ്മയെ കാണാനായി ഒട്ടും താമസിയാതെ തന്നെ താൻ വരുന്നുണ്ട്. തൻ്റെ ഇഷ്ടത്തിന് നിൽക്കാൻ സ്വന്തം അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെങ്കിലും ആവോളം വാത്സല്യം നൽകി വളർത്തിയ യശോദയും നന്ദഗോപരും തന്നെയാണ് തനിക്ക് ആരെക്കാളും വലുതായിട്ടുള്ളത്. കാളിന്തി തീരത്ത് കൂട്ടുകാരുമൊത്തുള്ള ബാലലീലകൾ ഒരിക്കലും മറക്കാനാവില്ല. അമ്മയോടൊത്തുള്ള ഓർമ്മകളിൽ വെണ്ണയും പാലും വാഴപ്പഴങ്ങളും ആവോളം തന്നതു മാത്രമല്ല, ചിറ്റാടയും മഞ്ഞച്ചേലയും നൽകിയതും പീലി കൊണ്ടടിച്ചതിന് ഊണ് കഴിക്കാതെ മാറി നിന്നതുമെല്ലാം വാചാലങ്ങളാകുന്നു. അച്ഛനും അമ്മയ്ക്കും കൂട്ടുകാർക്കുമായി നൽകുന്ന സന്ദേശങ്ങളിൽ ബാല്യകാലത്തിൻ്റെ അനുഭൂതികളിലേക്ക് താമസിയാതെ തിരികെ എത്താം എന്ന ശുഭപ്രതീക്ഷയുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ മധുരസ്മരണകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം ഓജസ്സുള്ളതും ഹൃദ്യവുമാണ്. സെറ്റ്.
ഇനി ചെറുശ്ശേരി കവിതകളുടെ സവിശേഷതകൾ പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. ചെറുശ്ശേരി കവിതകളുടെ സവിശേഷതകൾ പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. ശ്രീകൃഷ്ണൻ ഭാരതീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഇതിഹാസ പുരുഷനാണ്. എങ്കിലും ചെറുശ്ശേരി കൃഷ്ണൻ അവതരിപ്പിക്കുന്നത് കേരളീയമായ പശ്ചാത്തലത്തിലാണ്. കംസവധാനന്തരം മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് നന്ദഗോപരെയും സുഹൃത്തുക്കളെയും യാത്രയാക്കുന്ന കൃഷ്ണൻ്റെ വാക്കുകളിൽ ബാല്യകാല സ്മരണകൾ മാത്രമല്ല, മലയാള ഭാഷയുടെ നാട്ടുഭാഷയുടെ ശക്തിയും സൗന്ദര്യവും തെളിച്ചു ഒന്നിക്കുന്നുണ്ട്. പദങ്ങൾ ഒന്നിനൊന്നോട് ചേർന്നുള്ള ലയം ചെറുശ്ശേരിയുടെ കാവ്യഭാഷയുടെ പ്രത്യേകതയാണ്. അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള കരുതൽ അത് അവരുടെ മനസ്സിൽ ദീപ്തമായ സ്മരണയായി നിലനിൽക്കുന്നത് ഒന്നും വളച്ചുകെട്ടില്ലാതെ അവതരിപ്പിക്കുന്നു. കേരളീയമായ ഒരു താളം സ്വാദ് കൃഷ്ണഗാഥയിലെ പദങ്ങൾക്കും പ്രയോഗങ്ങൾക്കുമുണ്ട്. ചെമ്മേ ചെഞ്ചമ്മേ മുതലായ പദങ്ങൾ സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പാഠഭാഗം വായിച്ച് പാഠസമ്മറി നോക്കി ചോദ്യോത്തരം എന്ത് ചെയ്യുക മക്കൾ സെറ്റാക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.